സ്പന്ദനത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റെസ്ലിങ്ങിലെ ബേസിക് സ്കിൽസ് ആണ്. നമ്മൾ ബേസിക് സ്കിൽസ് യൂസ് ചെയ്യുന്നത് എപ്പോഴും സ്റ്റാർട്ടിംഗ് ബേസിലായിരിക്കും. നമ്മളെപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ ബേസിക് സ്കിൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഓരോ സ്കിൽസ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതും. പിന്നെ ബേസിക് സ്കിൽസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു സ്കില്ലിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം അത് പഠിക്കുന്നത് നമ്മൾ ഈ ബേസിക് സ്കിൽസിലൂടെ ആയിരിക്കും. ഏതാനും 3-4 ബേസിക് സ്കിൽസ് ഉണ്ട് നമുക്കത് എന്തായാലും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബേസിക് സ്കിൽസ് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് 2 കാര്യങ്ങൾ നോക്കാറുണ്ട്: ഗ്രിപ്പ് ആൻഡ് ഹോൾഡ്. നമുക്ക് കുറേ ടൈപ്സ് ഓഫ് ഗ്രിപ്സ് ഉണ്ട്, ഹോൾഡ്സും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം ഹോൾഡിങ് എങ്ങനെയാണ് പഠിക്കാം. ഹോൾഡിങ് ലൈക്ക് ഫസ്റ്റ് ഹോൾഡ്, ഒരു കയ്യിൽ പിടിക്കുന്ന രീതി. ഫസ്റ്റ് ഈ ഫുൾ അറൗണ്ട് എപ്പോഴും ഹോൾഡ് വരുമ്പം സ്ട്രെയിറ്റ് ക്യാച്ചാണ് വരുന്നത്. ഓൾ ഓപ്പണർ സൈഡ്. ഈ ഹോൾഡിനാണ് നമ്മളെപ്പോഴും ബേസിക് സ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നാളെ നേരെ പോയി ഹോൾഡ് ചെയ്തൊരു കൈ, ഈ കൈനെ ഫസ്റ്റ് ബേസിക് സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ ആം ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ കൈനെ ബേസിക് സ്ട്രെയിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്തു. പിന്നെ നേരെ ഹോൾഡ് വരുന്നത് മുട്ടിന് മേളിലേക്കാണ്. മുട്ടിന് മേളിലേക്ക് എത്ര ലെവലിൽ വേണം നമുക്ക് കയറ്റി പിടിക്കുന്ന കൈ എപ്പോഴും ഫുൾ ഓപ്പൺ ആയിട്ടാണ് പിടിക്കേണ്ടത്. ഈ ക്യാച്ച് പോലെയല്ല നമുക്ക് എപ്പോഴും അടുത്ത ക്യാച്ച് വരുന്നത് ഫുൾ ഓപ്പൺ ഹാൻഡ് ക്യാച്ച് ചെയ്തു ഡ്രാഗ് ചെയ്യുവാണ് സൈഡിലോട്ട്. സ്പീഡ് ഫോമിൽ വരുമ്പോൾ നേരെ ഹോൾഡ് ഡ്രാഗ് ബാക്ക് മൂവ്മെൻറ്റൂടെ വരുന്നുണ്ട്. ലെഗിലെ സൈഡ് മൂവ്മെൻറ്റ്, നമ്മൾ റെസ്ലിംഗ് മുമ്പേ പറഞ്ഞ പോലെ സൈഡ് മൂവ്മെൻറ്റ്സ്. ഫസ്റ്റ് ഹോൾഡ്, ഡ്രാഗ്, മൂവ്മെൻറ്റ് ബാക്ക്. ഇതാണ് മെയിനായിട്ട് വരുന്നത്. നമുക്ക് നമ്മുടെ ഗ്രിപ്സ് നോക്കാം. നമുക്ക് ഒരാളെ ഹോൾഡ് ചെയ്യാൻ എങ്ങനെ പഠിച്ചു, പക്ഷെ നമ്മൾ ഗ്രിപ്പ് നോക്കിയില്ല. ഗ്രിപ്പ് എന്താണെന്ന് പറയുമ്പോൾ ഹോൾഡ് ചെയ്ത് നമ്മളിപ്പോൾ ആം ഡ്രാഗ് ചെയ്ത് വലിച്ചു വരുന്ന ഓപ്പണന്റിനെ എങ്ങനെയാണ് ഗ്രിപ്പ് ചെയ്യുന്നത്. ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ പോയി ഒരാളെ കെട്ടിപ്പിടിക്കാൻ പറ്റും. ഏറ്റവും ടൈറ്റിൽ എങ്ങനെ ഒരാളെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓപ്പണൻറ്റ് നമ്മളെ ബ്രേക്ക് ചെയ്യാൻ നോക്കിയാലും നമ്മുടെ ഗ്രിപ്പ് എത്ര ടൈറ്റ് ആണോ അതനുസരിച്ച് നമുക്ക് അടുത്ത സ്കില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതനുസരിച്ച് ചിലവർ പോയി ഈ കെട്ടുപിടിക്കും. ഇതൊരിക്കലും ടൈറ്റ് ഗ്രിപ്പല്ല. ഇങ്ങനെ വന്ന് ഈ പിടുത്തം, ഇതൊരു ഗ്രിപ്പല്ല. ഇങ്ങനെ വിരലിൽ ഇങ്ങനെ പിടിക്കുന്ന അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ഗ്രിപ്പ് വരില്ല. ഫസ്റ്റ് ഗ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോങ് ഗ്രിപ്പിൽ നിന്നാണ്. ഈ ഗ്രിപ്പിൽ നിന്ന് ക്ലോസ് ചെയ്ത് വരുമ്പോൾ സെക്കൻഡ് ഗ്രിപ്പ് വരുന്നത് ഇൻ ഗ്രിപ്പ്, ഫുൾ വിരലകത്ത് വന്നിട്ട് മറ്റേ കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുന്നത്. തേർഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വന്നിട്ട് ലോങ് ഗ്രിപ്പ്. മെയിൻലി ഈ ഗ്രിപ്പ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ലിഫ്റ്റ് ചെയ്യാനായിരിക്കും. അടിയിൽ നിന്നാണേലും ക്ലോസ് ചെയ്യുന്നതാണേലും ലിഫ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഗ്രിപ്പ് ഇതാണ്. ടൈറ്റ് ആക്കാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഗ്രിപ്പ് ഇതുമാണ്. ഈ ഗ്രിപ്പ് എപ്പോഴും ക്യാച്ചിങ് ഗ്രിപ്പായിരിക്കും. നമ്മൾക്കിതിൽ യൂസ് ചെയ്യേണ്ടത് ക്യാച്ചിങ് ഗ്രിപ്പാണ്. ഡ്രാഗ് ചെയ്തു, ബാക്ക് മൂവ്മെൻറ്റ് വന്നു, മൂവ്മെൻറ്റിലൂടെ തന്നെ ക്യാച്ച്, ടൈറ്റ്, ലിഫ്റ്റ്, ഡൗൺ. ഇതാണ് ഗ്രിപ്പ് വരുന്നത്. പോട്ടെ, ഗ്രിപ്പും കൂടെ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ലിഫ്റ്റ് ചെയ്യുക. ആം ഡ്രാഗ് ഒക്കെ സ്റ്റോപ്പ്. ആം ഡ്രാഗ് എന്ന് പറയുന്ന പോലെ തന്നെ ഡബിൾ ഹാൻഡ് ബ്രേക്കിംഗ് ഉണ്ട്. ചിലവർ വന്നിട്ട് നേരെ കയ്യിൽ വന്നിട്ട് 2 കൈയും കൂടെ ഹോൾഡ് ചെയ്യും. റെസ്ലിങ്ങിൽ മെയിനായിട്ട് കണ്ടുവരുന്നൊരു സ്റ്റാൻസാണ്. നേരെ അറിയാത്തവരാണെങ്കിലും അറിയുന്നവരാണ് ചിലപ്പോൾ 2 കൈക്ക് വന്ന് ഹോൾഡ് ചെയ്യും. ചിലർക്ക് അറിയാം ഇതെങ്ങനെ പൊട്ടിക്കണമെന്ന്. ചിലർ കിടന്ന് ഇങ്ങനെ കൈ വലിച്ചുകൊണ്ടിരിക്കും. അതിൽ കാര്യമില്ല. ജസ്റ്റ് സ്ട്രെയിറ്റ് ഹോൾഡ് ചെയ്യുന്ന കൈനെ, ചിലപ്പോൾ ആം ഡ്രാഗ് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കും. ഹോൾഡ് ചെയ്യുന്ന കൈനെ ഒന്നെങ്കിൽ മറ്റേ കൈ ഉപയോഗിച്ച് പൊട്ടിച്ച് കളയുകയോ അല്ലെങ്കിൽ ഇവിടെ നേരെ തന്നെ കൈ വലിക്കുകയോ ചെയ്യാം. അല്ലാത്ത പക്ഷം ചുമ്മാ കിടന്ന് വെപ്രാളപ്പെടേണ്ട ഒരാവശ്യമില്ല. സ്റ്റേ കാം. ഓക്കെ, ഞാൻ പിടിച്ചു. ഓക്കെ, പൊട്ടിക്കും. എങ്ങനെ പൊട്ടിക്കുന്നത്? പൊട്ടിച്ച് കളയാൻ കൈ കൊണ്ട്. ഡ്രാഗ് എങ്ങനെ വരുന്നത്? 2 കൈ ഹോൾഡ് ചെയ്യുമ്പോൾ ഡ്രാഗും വരുന്നുണ്ട്. ഹോൾഡ്, ഡ്രാഗ്. ഇവൻ ചെയ്ത ഡ്രാഗ് ഇപ്പോൾ ഫുൾ ഹാൻഡ് ഗ്രിപ്പാണ്. ഇതല്ല ഡ്രാഗിൽ വരേണ്ടത്. എപ്പോഴും ഡ്രാഗ് ചെയ്യുമ്പോൾ മുട്ടിന് മേലോട്ട് ഫുള്ളി പിടിച്ച് വലിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ പിടിച്ചാൽ വരില്ല,
ഇങ്ങനെ പിടിച്ചാലും നമുക്ക് ശരിക്കും ഒരാളെ വലിക്കാൻ പറ്റില്ല. ഒരു ഹുക്ക് പോലെ തന്നെ വലിക്കണം. ഈ ഹുക്കാണ് മെയിനായിട്ട് വരേണ്ടത്. എത്ര മേലോട്ട് കയറുന്നു അത്രയും ഒരു കുഴപ്പമില്ല. വെയിറ്റ് ബോഡി വെയിറ്റ് ഇട്ട് റൊട്ടേറ്റ് ചെയ്താൽ മതി. ദ സെക്കൻഡ് മെയിൻ ഗ്രിപ്പ്. നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്ന ഡ്രാഗിൽ ബോഡി ഫുൾ കോണ്ടാക്റ്റ് ആണ് വരുന്നത്. നേരെ നമ്മൾ വലിക്കാനാണ് നോക്കുന്നത്. ഇതിൽ ബോഡി കോണ്ടാക്റ്റ് കൂടെ വന്നിട്ടാണ് റൊട്ടേഷൻ വരുന്നത്. നെക്സ്റ്റ് ബേസിക് സ്കിൽ എന്ന് പറയുന്നത് ഡക്ക് അണ്ടറാണ്. ഡക്ക് അണ്ടർ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോൾഡ് വരുന്നത് നമ്മുടെ നെക്ക് ഹോൾഡ് വരും. ബേസിക് സിറ്റുവേഷനായ നെക്ക് ഹോൾഡ് വരുമ്പോൾ ഓപ്പണൻറ്റിൻ്റെ മുട്ടിൽ ഈ ഗ്രിപ്പിൽ നിന്ന് നമ്മൾ നേരെ ചേഞ്ച് ചെയ്ത് അണ്ടർ ഗ്രിപ്പിലേക്ക് വരും. ഈ ഗ്രിപ്പിൽ നിന്ന് ഓപ്പൺ ആക്കിയിട്ട് ലെവൽ ചേഞ്ച് ചെയ്യുന്നത്. ലെവൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ സ്കോട്ട് ഡൗൺ. ഇതാണ് നമ്മുടെ ലെവലെങ്കിൽ ലെവൽ ചേഞ്ച്. നേരെ സിറ്റ് ചെയ്യുന്നു, അടുത്തൊരു മൂവ്മെൻറ്റ് വെക്കുന്നു, റൊട്ടേറ്റ് ചെയ്ത് പോകുന്നു. ഇതാണ് മെയിനായിട്ട് ഈ സ്കില്ല് വരുന്നത്. ബാ ഹോൾഡ് ലെവൽ ചേഞ്ച്. ലെവൽ ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് വെക്കുമ്പോഴാണ്. ബാക്കിലത്തെ ലെഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇതാണ് ലീഡെങ്കിൽ ലീഡ് എടുത്ത് വെച്ചാൽ മതി. ബാക്കിലാണ് ലെഗെങ്കിലും ലീഡ് പോകണം. പൊസിഷനിൽ നിന്ന് ഗ്രിപ്പ് ചേഞ്ച്, ലീഡ് വെക്കുന്നു, ലെവൽ ചേഞ്ച്, റൊട്ടേറ്റ്. ഇതാണ് ഗ്രിപ്പ് വരുന്നത്. ഗ്രിപ്പോടെ ഇട്. രണ്ട് സൈഡും ചെയ്യാം കേട്ടോ. ഗുഡ്. ഈ പറഞ്ഞ രണ്ട് സ്കിൽസിനും വേറെ വേരിയേഷൻസും ഉണ്ട്. പല രീതിയിലും നമുക്കിത് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ് ടെക്നിക്കായിട്ട് ചെയ്യാൻ പറ്റും. ഇതിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് വേറെ സ്കിൽസും ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ബേസിക് സ്കിൽസ് നമ്മൾ പറയുന്ന രണ്ട് സ്കിൽസ്. ഇനിയും ഉണ്ട് നമുക്ക് ബേസിക് സ്കിൽസ്. പക്ഷേ ഇതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ബിഗിനേഴ്സിനാണേലും പ്രൊഫഷണൽസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്ന സ്കിൽസ് ഇത് രണ്ടെണ്ണമാണ്. നമ്മളിപ്പോൾ ചെയ്ത രണ്ട് സ്കിൽസ് ബേസിക്കായിട്ട് റിസ്ലേഴ്സ് എല്ലാവരും ചെയ്യുന്ന ഒരു സ്കിൽസാണ്. അത് ബിഗിനേഴ്സ് ആണേലും പ്രൊഫഷണൽസ് ആണേലും എല്ലാ ദിവസവും ചെയ്തു വരുന്നൊരു സ്കിൽസാണ്. നമ്മുടെ ഡെയിലി റൊട്ടീനിൽ നമ്മൾ റോളിംഗ് പോലെ തന്നെ ചെയ്യുന്ന രണ്ട് സ്കിൽസാണിത്. പിന്നെ നമ്മൾ ഏത് സ്കിൽ ഓപ്പണിങ് ചെയ്യുകയാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ട ഒരു സ്കിൽ ഇത് തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ബേസിക് സ്കില്ലിലേക്ക് കയറി പോകുന്നത്. പിന്നീട് റെസ്ലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ് റെസ്ലിംഗ്. കുട്ടികളാണേലും മുതിർന്നവരാണേലും ആർക്ക് വേണേൽ പഠിക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ഒരു ടഫസ്റ്റ് ആയിട്ടുള്ളൊരു സ്പോർട്ട് തന്നെയാണ്. ബട്ട് പഠിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്നൊരു ഇവൻ്റ് കൂടിയാണ് റെസ്ലിംഗ്. വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ് കുട്ടികളുടേത്. പരമാവധി അവരെ റെസ്ലിംഗിലേക്ക് ഇറക്കുക എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. സീ യു.